കാല് മാറ്റാവോ? മാറ്റി, കാല് മാറ്റി. എന്താടി എന്താ നോക്കുന്ന? എന്താ നോക്കുന്ന? ഞാനേ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. കുറെ കാലമല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ പിടി കിട്ടിയില്ലേ? പിടി കിട്ടി. ചാനൽ തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. നമ്മളൊരു ചാനൽ തുടക്കുന്നു. ഓക്കെ, ചേട്ടൻ തുടങ്ങിക്കോളൂ, നല്ല കാര്യം. കാല് മാറ്റുന്നേ. മാറ്റി മാറ്റി ഞാൻ കഴിച്ചേക്കാം. അതല്ലെന്നേ, പ്രശ്നം അതല്ല. ചാനല് ഓക്കെയാണ്, ക്രിയേറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ കണ്ടന്റ് ഒരു പ്രശ്നമായിട്ട് ചേട്ടൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള് വണ്ടി കൊണ്ട് പോകുന്നൊക്കെ എടുക്കാലോ. വണ്ടി കൊണ്ട് പോകുന്ന എടുക്കാം, പക്ഷേ എങ്കിൽ മീൻസ് വണ്ടി കൊണ്ട് പോകുന്ന മാത്രമാകുമ്പോൾ അതിൻ്റെ അകത്തൊരു പുതുമയില്ല. മീൻസ് കണ്ടന്റ് ഒക്കെ മാറി മാറി വരണ്ടേ. കവി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നുണ്ട്. നീ കൂടെ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെ? ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അല്ല, നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. കൂടി തെളിച്ച് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, വ്ലോഗ് ചെയ്യുന്നു. മീൻസ് ഞാനും നമ്മൾ ഒരുമിച്ച് ക്യാമറയുടെ ഫ്രണ്ടിലും ആയിട്ടാണ്. എന്താടി ടക്കൂല മനുഷ്യ, ടക്കൂല. പിന്നെ അതൊക്കെ ഉള്ളവരെല്ലാം കാണുന്ന കാര്യം. എനിക്ക് ഓഫീസിലൊക്കെ പോവേണ്ടതാ. അതിനെന്താടി എടാ, അങ്ങനെ നമ്മളൊരു പിന്തിരിപ്പ് മൂരാറ്റി നേരത്തെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്തത്. നമ്മളങ്ങ് ഇറങ്ങി ചെയ്യുക. നമുക്കെന്താ ചെയ്തുകൂടി? ചേട്ടൻ ചെയ്തു, ഞാൻ സപ്പോർട്ട് ചെയ്താ പോരെ? അല്ലടി, നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടന്റുകളുണ്ട്. അതിനകത്തൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്, മനസ്സിലായോ? ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. തൊലിക്കട്ടി എന്റെ പണിയും. എടി, തൊലിക്കട്ടി ഉണ്ട്. നിനക്കൊന്നും തൊലിക്കട്ടിയില്ലേ? നിനക്കുണ്ട്, സമ്മതിച്ചു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. നിനക്കായി. നീ ഇപ്പൊ എന്റെ വീട്ടില് കുറെ നാളായില്ലേ കൂടിയിട്ട്. എനിക്ക് തൊലിക്കട്ടി ഉള്ള പോലെ നിനക്കുമായിട്ടുണ്ട്. പിഞ്ച ഹൃദയമാണ് ചേട്ടാ. എടി, നമ്മളിപ്പോ പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നാല് ലൈഫിലും ഒന്നും പറ്റത്തില്ല നമുക്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നില്ലേ? അവര് സെലിബ്രിറ്റീസ് അല്ലേ? അവര് സെലിബ്രിറ്റീസ് ആണ്, പക്ഷെ അവര് അഭിനയ രംഗത്തോട് വരുന്ന സമയത്ത് അവര് സെലിബ്രിറ്റീസ് ആയിരുന്നില്ലല്ലോ. അതിനുശേഷമല്ലേ അവര് സെലിബ്രിറ്റി. നമ്മൾ സ്കിൽഡ് അല്ല, സമ്മതിച്ചു. പക്ഷേ എങ്കിൽ ഓരോ മനുഷ്യനും യുണീക്കാണ്. നമ്മൾ കർഷകരുടെ മക്കളാണ്. അപ്പൊ കർഷകൻ്റെതായ സ്റ്റോറി പറയാനുണ്ടാവും. ഞാൻ ഡ്രൈവ് ചെയ്യുവാണ്, എനിക്ക് എൻ്റെതായ സ്റ്റോറി പറയാനുണ്ട്. നീ ടെക് റിലേറ്റഡ്, അക്കൗണ്ട്സ് റിലേറ്റഡ് ജോലി ചെയ്യുന്നു, അപ്പം നിനക്ക് നിൻ്റെതായ സ്റ്റോറി പറയാം. അപ്പം ഓരോരുത്തരും യുണീക്കാണ്. അപ്പം സിനിമാ നടൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്, ബാക്കി സെലിബ്രിറ്റീസിന് അവരുടെ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് നമ്മുടെ കഥകൾ പറയാനുണ്ട്. നമുക്ക് ഇനി മാത്രം കഥ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. അല്ല, ഓരോ മനുഷ്യനും ഓരോരോ കഥകൾ പറയാനില്ലേ? എടി, പാവപ്പെട്ടവന്റെ കഥകൾ കേൾക്കാൻ ഇവിടെ ആളുണ്ടടി. ഫേമസ് ആയവരുടെ കഥകൾ മാത്രമല്ല, സാധാരണക്കാരുടെ കഥകൾ കേൾക്കാൻ ആളുണ്ട്. നീ ഇങ്ങോട്ട് എന്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട്. ബാക്ക്ഗ്രൗണ്ടിലല്ല, നീ എന്റെ ആങ്കർ. എന്താ? ഞാൻ ക്യാമറ, നീ ആങ്കർ. നമ്മൾ ഈ പിന്തിരിപ്പ് നടക്കൂല എന്നുള്ള ഒരു ഇതില്ലേ, അതങ്ങ് മാറ്റി വെച്ച് നമ്മളങ്ങ് ഇറങ്ങുന്നു. എടി, നമ്മുടെ കാര്യങ്ങൾ കാണാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനും എല്ലാ ആളുകളുണ്ട്. എടി, ശരിയാവുന്നേ. നീ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഒരു ഏതെങ്കിലും ഒരു കാറ്റഗറി ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിന് മാത്രം പറ്റത്തുള്ള വീഡിയോയിൽ അഭിനയിക്കാൻ, വീഡിയോ ചെയ്യാൻ. എല്ലാവർക്കും അതേപോലെ എല്ലാവർക്കും അവരുടേതായ കഥകളുണ്ട്. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. നമുക്ക് നമ്മുടേതായ സ്റ്റോറികൾ, നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ ചിന്തകൾ നമുക്ക് എങ്ങനെ ചെയ്യാം നൈസായിട്ട്. ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ സ്റ്റാർട്ടഡ്.